നമസ്കാരം എല്ലാവർക്കും ആമേസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കബാബിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ചിക്കനാട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. എല്ലില്ലാത്ത ചിക്കനാട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് സവാളയൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മസാലയും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1-2 മിനിറ്റ് നേരം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കാരണം നമ്മൾ സവോള ഒന്നും ചേർക്കുന്നില്ല. അതേപോലെ തന്നെ ഉള്ളിയൊക്കെ ഡയറക്റ്റായിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിലെല്ലാം മസാലയും കൂടി ഇട്ടിട്ട് 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരേക്കും വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ നല്ല പോലെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു പരുവം മതി. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചിക്കൻ വേവുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം. അപ്പോൾ ചിക്കൻ്റെ നഗയ്ക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇനി ഇത് ചിക്കൻ നല്ല പോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊന്ന് നോക്കുക, കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളം മൊത്തം വറ്റി വരാൻ വേണം. അതേപോലെ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പോലെ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളം മൊത്തം വറ്റിയിട്ട് നല്ല പോലെ ചിക്കൻ വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ചൂടാറാൻ വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോൾ നമ്മൾ ഇതേപോലെ ഓരോ പീസസ് എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ കീറി ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മളിത് കട്ട് ചെയ്ത് ഇങ്ങനെ പിച്ചി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ മിക്സിയിലിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അരിഞ്ഞു പോകും. നമ്മൾ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കടിക്കാനും നമുക്ക് നമ്മുടെ കബാബിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ കൈ വെച്ചിട്ട് എല്ലാനും ഇതേപോലെ അങ്ങ് പിച്ചി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ചിക്കൻ അങ്ങ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ എനിക്ക് 1 കപ്പാണ് കേട്ടോ ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതങ്ങ് മിക്സ് ചെയ്യാം, ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ പിച്ചി വെച്ചിരിക്കുന്ന 1 കപ്പ് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ് കേട്ടോ. അത് പുഴുങ്ങിയിട്ട് ഇതേപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ക്യാരറ്റും പുഴുങ്ങിയിട്ട് ഇതേപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് പുഴുങ്ങണം നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം, പച്ചമുളക്, അതേപോലെ തന്നെ ക്യാബേജ് ആണ്. അപ്പോൾ ക്യാബേജും ക്യാപ്സിക്കം ഒരു 1/4 കപ്പ് വീതമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പച്ചമുളക് ഒരു 2 മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നല്ല പോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിൽ ഉപ്പ് ഇട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ ഇത് നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കബാബിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ. റൗണ്ടായിട്ട് എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിലുള്ള കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒട്ടിപ്പിടിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ വെള്ളം ഒന്നും തടവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ അങ്ങ് ഷേപ്പാക്കി എടുക്കുക. ഞാൻ ഈ ഷേപ്പിലാണ് കേട്ടോ എടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ അങ്ങ് നമ്മൾ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാവരും ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാ കബാബും ഈ ഒരു ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ വറുക്കാത്ത സേമിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ചെറിയ പോലെ കട്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് കുറച്ച് നീളം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കൈവച്ചിട്ട് ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയ സേമിയാണ് കിട്ടുന്നതെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എനിക്കത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സാധാരണ പായസമൊക്കെ വയ്ക്കുന്ന സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 നുള്ളോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കോട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് സേമിയ ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചാലും മതി. പക്ഷേ സേമിയ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ്സും ഒരു വെറൈറ്റി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കബാബും ഇനി മുട്ടയിലേക്ക് ആദ്യം നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സേമിയ വെച്ചിട്ട് ഒന്നും കൂടി കവർ ചെയ്തെടുക്കുകയാണ്, നല്ല പോലെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നല്ല പോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ വിട്ടുപോകുന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം നല്ല പോലെ നമ്മൾ എഗ്ഗിലൊക്കെ മുക്കിയെടുത്തിരിക്കുന്നതാണ്, നല്ല പോലെ ഒട്ടിയിരുന്നോളൂ നമ്മുടെ സേമിയോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. കണ്ട ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവരും കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാവരും നമ്മൾ സേമിയയിൽ നമ്മുടെ കബാബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ചൂടിൽ വേണം കേട്ടോ ഓയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ഒരു മീഡിയം ചൂടിലായിരിക്കണം. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ഇതിൽ ഓൾറെഡി നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തതാണ്, ചിക്കനും ഒക്കെ വെന്തതാണ്. അപ്പോൾ അതേപോലെ തന്നെ സേമിയോ പെട്ടെന്ന് കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ലൈറ്റ് ഗോൾഡ് നിറമാവുന്നത് വരേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 സൈഡും നല്ല പോലെ ക്രിസ്പി ആയിട്ട് നല്ല കളർ ചേഞ്ച് ആയിട്ട് ലൈറ്റ് ഗോൾഡ് നിറമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാവരും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓരോന്ന് നമുക്ക് കോരി മാറ്റാം കേട്ടോ. എല്ലാ സ്നാക്കും ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആണെന്നും പറയാം. അപ്പോൾ നല്ല ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന്
ഷെയർ ചെയ്യുക. അപ്പോൾ അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.